മൂവിയുടെ തുടക്കത്തിൽ 2026-ൽ ഒരു ഗ്രാമത്തിൽ ഇലക്ഷൻ നടക്കുകയാണ്. ആ ഗ്രാമത്തിലുള്ള ആളുകളൊന്നും വോട്ട് ചെയ്യാൻ വരുന്നില്ല. ഇതറിഞ്ഞ നാരായണൻ എന്ന പോലീസുകാരനും അയാളുടെ ടീമും ഗ്രാമത്തിലെത്തി അവിടെയുള്ളവരോടൊക്കെ വോട്ട് ചെയ്യാൻ വരാൻ പറയുന്നു. അപ്പോൾ ഗ്രാമത്തിലുള്ളവർ തങ്ങൾക്ക് വോട്ട് ചെയ്യാൻ പേടിയാണെന്നും കഴിഞ്ഞ വർഷം ഗുണ്ടകളുടെ ഭീഷണിക്ക് വഴങ്ങാതെ ഇലക്ഷൻ വോട്ട് ചെയ്തവരുടെ കൈയൊക്കെ വെട്ടിയെടുത്ത സംഭവം പറയുന്നു. ഒരു ദിവസം വോട്ട് ചെയ്ത് വർഷം മുഴുവൻ പേടിച്ചിരിക്കാൻ പറ്റില്ല എന്നാണ് അവർ പറയുന്നത്. ഇത് കേട്ട നാരായണൻ നാട്ടുകാരുടെ പേടി മാറ്റി ധൈര്യത്തോടെ വോട്ട് ചെയ്യാൻ വേണ്ടി തലപതിയുടെ കഥ അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. 2013-ൽ മധുരൈ ജയിലിലായിരുന്നു നാരായണൻ ഇതിനു മുൻപ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. ഒരു ദിവസം മധുരൈ ജയിലിൽ ഒരുമിച്ച് 20 റൌഡികൾ സറണ്ടർ ആകുന്നു. പുതിയതായി ചാർജ് എടുത്ത ജയിലർ ശ്രീകാന്ത് വീട് ഷിഫ്റ്റ് ചെയ്തിരിക്കുന്നത് കൊണ്ട് അയാൾ വരുന്നതിന് മുൻപ് തന്നെ ആ റൌഡികൾക്ക് അഡ്മിഷൻ ഇട്ടോളാൻ നാരായണനോട് പറയുന്നു. ഓപ്പോസിഷൻ പാർട്ടിക്ക് ഫണ്ട് കൊടുക്കുന്ന ലോകനാഥൻ എന്നൊരു ബിസിനസ്സുകാരനെ ഒരു കള്ളക്കേസിൽ കുടുക്കി ആ ജയിലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അയാളെ കൊല്ലാനാണ് ആ റൌഡികൾ അന്ന് ജയിലിലെത്തിയത്. ഇക്കാര്യം മനസ്സിലാക്കിയ ശ്രീകാന്ത് പെട്ടെന്ന് തന്നെ പോലീസ് ഫോഴ്സുമായി അവിടേക്ക് പുറപ്പെടുന്നുണ്ട്. ലോകനാഥനെ കൊല്ലാൻ വേണ്ടി ജയിലിന്റെ ഉള്ളിൽ കയറിയ ഗുണ്ടകൾ അയാളെ ഓടിച്ച് സി ബ്ലോക്കിന്റെ ഉള്ളിലേക്ക് കയറ്റുകയാണ്. സി ബ്ലോക്കിന്റെ ഉള്ളിലുണ്ടായിരുന്ന കൊലക്കേസ് പ്രതിയായ നമ്മുടെ തലപതി ആ ഗുണ്ടകളെല്ലാം അടിച്ചു തോൽപ്പിച്ചു. എന്നിട്ട് ലോകനാഥനെ അവരുടെ കയ്യിൽ നിന്ന് രക്ഷിക്കുകയാണ്. അതേസമയം തലപതിയെ കൊല്ലാൻ വേണ്ടി ആ ജയിലിലുണ്ടായിരുന്ന ചില കുറ്റവാളികളും അവിടേക്ക് എത്തുന്നു. അവരെയെല്ലാം തലപതിയുടെ കൂടെ ഉണ്ടായിരുന്ന കുറെ ജയിൽവാസികൾ അടിച്ചു തോൽപ്പിക്കുന്നു. തലപതി ജയിലിൽ വന്ന ശേഷം 20 തവണ അവനെ കൊല്ലാൻ വേണ്ടി അറ്റംപ്റ്റ് നടന്നിട്ടുണ്ട്. ജയിലിന്റെ ഉള്ളിലും പുറത്തും അവനെ സംരക്ഷിക്കാൻ വേണ്ടി കുറെ ആളുകളുണ്ട്. അതുകൊണ്ട് ആർക്കും അവനെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. തലപതി ഗുണ്ടകളെ അടിച്ചിടുന്ന കണ്ട ശ്രീകാന്തിന്റെ മകൾ വിജി അവന്റെ അടുത്ത് നല്ല ക്ലോസ് ആകുന്നുണ്ട്. തലപതിയുടെ കേസ് ഫയൽ വായിച്ച ശ്രീകാന്തിന് അവൻ ജയിലിലാവാൻ കാരണം തലപതിയുടെ അമ്മ തന്നെയാണെന്ന് മനസ്സിലാകുന്നു. മലമുകളിലെ ഒരു കാട്ടിലാണ് അവന്റെ അമ്മയുടെ താമസം. അവന്റെ അമ്മ കുറെ നാളായി മരണക്കിടക്കയിലാണ്. മകനെ കാണാതെ അവർ മരണത്തിന് കീഴടങ്ങില്ല എന്ന ഉറച്ച വിശ്വാസത്തിലാണ്. 50 പ്രാവശ്യമെങ്കിലും തലപതിക്ക് അവന്റെ കൂടെയുള്ളവർ ബെയിൽ ആപ്ലിക്കേഷൻ വെച്ചിരുന്നു. എന്നിട്ടും അവന് നേരത്തെ ഉണ്ടായിരുന്ന ജയിലർ ബെയിൽ കൊടുത്തിരുന്നില്ല. ഇതറിഞ്ഞ ശ്രീകാന്ത് വിജിയെ കൂട്ടി തലപതിയെയും കൊണ്ട് അവന്റെ അമ്മയെ കാണാൻ ആ കാട്ടിലെത്തുന്നു. അവനെ കണ്ട് സന്തോഷത്തോടെ അവർ അപ്പോൾ തന്നെ മരണപ്പെടുകയും ചെയ്തു. അമ്മയുടെ അന്ത്യകർമ്മങ്ങളെല്ലാം ചെയ്ത ശേഷമാണ് തലപതി ജയിലിലേക്ക് തിരിച്ചു പോകുന്നത്. അമ്മ മരണപ്പെട്ടതിൽ അവന്റെ വിഷമം കണ്ട വിജി ഇനി തലപതിയുടെ അമ്മ ആയിരിക്കാമെന്ന് പറഞ്ഞ് അവനെ സമാധാനിപ്പിക്കുന്നു. വിജിയുടെ അമ്മയ്ക്ക് ആർമി ഓഫീസർ ആകണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ശ്രീകാന്തുമായുള്ള വിവാഹം വീട്ടുകാർ സമ്മതിക്കാതെ വന്നപ്പോൾ അവൾ തന്റെ ആഗ്രഹവും വീട്ടുകാരെയും ഉപേക്ഷിച്ച് അയാളെ വിവാഹം കഴിച്ചു. അമ്മയുടെ ആഗ്രഹം വിജി നടത്തി കൊടുക്കാമെന്ന് അവൾ പറയാറുണ്ടായിരുന്നു. പക്ഷേ ഒരു ലഹളയിൽ വിജിയുടെ അമ്മ മരിക്കുകയും ആ മരിച്ചത് വിജിയുടെ മുന്നിൽ വെച്ചായതുകൊണ്ട് പെട്ടെന്ന് എന്തെങ്കിലും ശബ്ദം കേട്ടാൽ വിജിക്ക് ഭയങ്കരമായിട്ട് പേടി വരികയും ചെയ്യുന്നു. ഈ ഒരു പ്രശ്നം കാരണം അവൾക്ക് ഒരിക്കലും ആർമി ഓഫീസർ ആകാൻ പറ്റില്ല എന്ന് ശ്രീകാന്ത് പറയുന്നു. ഇതറിഞ്ഞ തലപതി അവളെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി അവൾക്കൊരു പ്രതിമ ഉണ്ടാക്കി കൊടുത്തിട്ട് നീ ഇനി പേടിച്ച് ഓടാൻ പാടില്ല എന്നും ആരുടെ മുൻപിലായാലും ധൈര്യമായി നിൽക്കണമെന്നും അവളോട് പറയുന്നു. അതേസമയം ആഫ്രിക്കയിലെ സൊസ്നിയ എന്ന രാജ്യത്ത് അവിടെയുള്ള ആളുകളെ കൊന്നതിന് ഹിംലർ എന്നൊരാളെ പിടിച്ചുകൊണ്ട് ജയിലിലേക്ക് പോകുന്നത് കാണിക്കുന്നു. അയാളെ അടുത്ത ദിവസം രാവിലെ പ്രസിഡന്റിന്റെ മുന്നിൽ വെച്ച് തൂക്കിക്കൊല്ലാനാണ് തീരുമാനം. പക്ഷേ കുറച്ചു സമയത്തിന് ശേഷം തന്നെ സൊസ്നിയയിലെ ഭരണകൂടം താഴെ വീണു എന്നും പ്രസിഡന്റിനെ ആളുകൾ പിടിച്ചു വെച്ചിരിക്കുകയാണെന്നുള്ള വാർത്ത വരുന്നു. അതുകൊണ്ട് ജയിലറിന് എന്തോ കുഴപ്പമുണ്ടെന്ന് മനസ്സിലാകുന്നു. ഹിംലറുള്ള ആളുകൾ അവനെ രക്ഷിക്കാൻ വേണ്ടി ആ ജയിലിലേക്ക് വരുന്നുണ്ടെന്ന് ജയിലറിന് മനസ്സിലായി. അപ്പോൾ തന്നെ അയാൾ ജയിലിലുള്ള ബാക്കി കുറ്റവാളികളെ എല്ലാം തുറന്നുവിട്ട് ആരാണോ ഹിംലറിനെ കൊല്ലുന്നത് അവരെ ജയിലിൽ നിന്ന് മോചിപ്പിക്കാമെന്ന് പറയുന്നു. ഹിംലർ തന്നെ കൊല്ലാൻ വന്ന ഓരോ കുറ്റവാളികളെയും കൊന്നൊടുക്കുന്നു. അപ്പോഴേക്കും ഹിംലറിന്റെ ആളുകൾ അവിടെ എത്തിയിരുന്നു. അവർ ബാക്കിയുള്ള കുറ്റവാളികളെയും പോലീസുകാരെയും കൊല്ലുന്നു. അതിനുശേഷം സൊസ്നിയയുടെ പ്രസിഡന്റിനെ അവിടെ കൊണ്ടുവന്ന് ഹിംലറിന്റെ മുന്നിൽ വെച്ച് തന്നെ തൂക്കിലേറ്റുന്നു. മരിക്കുന്നതിന് മുൻപ് തന്നെ അയാളെ ഹിംലർ വെടിവെച്ച് കൊല്ലുന്നു. അപ്പോൾ ഹിംലറിന് തന്റെ ഹയർ അതോറിറ്റിയായ ഒരാളുടെ കോള് വരുന്നു. അയാൾ ഹിംലറിന്റെ അടുത്ത പ്ലാനിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. അടുത്ത പ്ലാൻ OM ആണെന്ന് അവൻ പറയുന്നു. OM എന്താണെന്ന് നമുക്ക് കഥ മുന്നോട്ട് പോകുമ്പോൾ കാണാം. തലപതിയെ പെർമിഷൻ ഇല്ലാതെ ജയിലിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോയതിന് ശ്രീകാന്തിനെ സസ്പെൻഡ് ചെയ്തിരുന്നു. അയാൾ പോകുന്നതിന് മുൻപ് ആഗസ്റ്റ് 15-ന് റിലീസാകുന്ന കുറ്റവാളികളുടെ ലിസ്റ്റിൽ അവന്റെ പേരും ചേർത്തിരുന്നു. അങ്ങനെ അവൻ ജയിലിൽ നിന്ന് റിലീസായി. അവിടെ നിന്ന് അവൻ നേരെ പോയത് ശ്രീകാന്തിനെ വിജയനെ കാണാനാണ്. ശ്രീകാന്തിന് അത്യാവശ്യമായി പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ് വരെ പോകേണ്ടിരുന്നു. ശ്രീകാന്ത് തിരിച്ചു വരുന്നതുവരെ വിജയെ നോക്കിക്കൊള്ളാമെന്ന് തലപതി അയാളോട് പറഞ്ഞു. ആ പോകുന്ന വഴിക്ക് ഒരു ആക്സിഡന്റിൽ ശ്രീകാന്ത് മരണപ്പെടുന്നു. ആരുമില്ലാതെ അനാഥയായി പോയ വിജിയെ തലപതി നോക്കി വളർത്താൻ തുടങ്ങി. അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞു. വിജി ഇപ്പോൾ കോളേജിൽ പഠിക്കുകയാണ്. ഒരു ദിവസം അവൾ ക്ലാസ് കട്ട് ചെയ്ത് സ്കൂട്ടിയിൽ കൂട്ടുകാരിയുടെ കൂടെ സിനിമയ്ക്ക് പോവുകയായിരുന്നു. വഴിയിൽ വെച്ച് ഇൻസ്പെക്ടർ രമേശ് അവളെ കാണുന്നു. ശ്രീലമ്പടനായ അയാൾ എന്തെങ്കിലും കാരണമുണ്ടാക്കി അവളെ പിടിച്ചു കൊണ്ടുപോകണമെന്ന് വിചാരിക്കുന്നു. അയാൾ അവരെ വഴി തടയുന്നുണ്ട്. ക്ലാസ് കട്ട് ചെയ്ത് അവർ സിനിമയ്ക്ക് പോവുകയാണെന്ന് മനസ്സിലാക്കിയ അയാൾ തന്റെ കൂടെ ജീപ്പിൽ കയറി വന്നില്ലെങ്കിൽ വീട്ടിൽ വിളിച്ചു പറയുമെന്ന് പറഞ്ഞ് പേടിപ്പിച്ച് അവളെ ജീപ്പിൽ കയറ്റി കൊണ്ടുപോകുന്നു. അപ്പോൾ അവളുടെ കൂടെ ഉണ്ടായിരുന്ന കൂട്ടുകാരി ജേർണലിസ്റ്റായ ചെറിയമ്മ കയലിനെ വിളിച്ച് നടന്ന കാര്യം പറയുന്നു. അപ്പോൾ തന്നെ കയൽ തലപതിയുടെ അടുത്തെത്തി ആ പോലീസുകാരൻ ഭയങ്കര മോശക്കാരനാണെന്നും വിജയെ അയാൾ കൊണ്ടുപോയിരിക്കുകയാണെന്നും പറയുന്നു. അപ്പോൾ തന്നെ തലപതി അയാളെ ഫോണിൽ വിളിച്ച് തന്റെ മകളുടെ മേൽ കൈവയ്ക്കുന്നതിന് മുൻപ് തന്നെക്കുറിച്ച് ഡിപ്പാർട്ട്മെന്റിൽ ഒന്ന് അന്വേഷിക്കാൻ വേണ്ടി പറയുന്നു. തലപതിയെക്കുറിച്ച് ഡിപ്പാർട്ട്മെന്റിൽ അന്വേഷിച്ച അയാൾ അവന്റെ പാസ്റ്റിനെ പറ്റി അറിഞ്ഞ് ഭയപ്പെടുന്നു. പേടിച്ചവൻ വിജയെ വീട്ടിൽ തന്നെ കൊണ്ടാക്കാമെന്ന് പറയുകയാണ്. അത് കേട്ട തലപതി തന്റെ മകൾ സിനിമ കാണാൻ ആഗ്രഹിച്ചാണ് പോയത്. അവളെ സിനിമ കാണിച്ച ശേഷം മാത്രം വീട്ടിലേക്ക് കൊണ്ടുവരാൻ പറയുന്നു.
അങ്ങനെ ഇൻസ്പെക്ടർ അവളെ തിയേറ്ററിൽ കൊണ്ടുപോയി സിനിമ കാണിച്ച ശേഷമാണ് വീട്ടിൽ കൊണ്ടാക്കുന്നത്. ഇനി ഒരു പെൺകുട്ടിയെ കുറിച്ച് തെറ്റായി പോലും ചിന്തിക്കുകയില്ല എന്ന് പറഞ്ഞ് അയാൾ തലപതിയുടെ അടുത്ത് മാപ്പ് പറയുന്നു. അയാളോട് ക്ഷമിച്ച് തലപതി അയാളെ വെറുതെ വിടുന്നുണ്ട്. അടുത്ത സീനിൽ പാകിസ്ഥാൻ തീവ്രവാദികൾ കടലിൽ പോയി ചെന്നൈക്ക് പോകുന്ന ഒരു കപ്പൽ ഹൈജാക്ക് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. ആ തീവ്രവാദികൾക്കൊപ്പം ഹിംലറും ഉണ്ടായിരുന്നു. അവരുടെ ഇടയിൽ ഉണ്ടായിരുന്ന ഒരു സ്പൈ കപ്പൽ ഹൈജാക്ക് ചെയ്ത കാര്യം ഇന്ത്യൻ ഗവൺമെന്റിനെ അറിയിക്കുന്നുണ്ട്. നേവിക്കാർക്ക് ഹൈജാക്ക് ചെയ്യപ്പെട്ട കപ്പൽ സീസ് ചെയ്യാൻ ഓർഡർ ലഭിക്കുന്നു. ഇക്കാര്യം അറിഞ്ഞ നാവികസേന അവിടെ എത്തി കപ്പലിന്റെ ഉള്ളിൽ കയറി ഹിംലറിനെ തീവ്രവാദികളെയും പിടികൂടുന്നു. തീവ്രവാദികളുടെ കയ്യിലുണ്ടായിരുന്ന ബോക്സുകൾ തുറക്കുമ്പോൾ അതിൽ ടെഡി ബിയേഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ എന്താണ് ഉള്ളതെന്ന് നമുക്ക് വഴിയെ കാണാം. അപ്പോഴേക്ക് ഹിംലർ ആ കപ്പലിനുള്ള ഒരു ബട്ടൺ അമർത്തുന്നത് നമുക്ക് കാണാം. അടുത്ത സെക്കൻഡ് മുതൽ അവിടെ ഉണ്ടായിരുന്ന നാവികസേനക്കാരെയെല്ലാം എന്തോ ഒന്ന് വെടിവെച്ചു കൊല്ലാൻ തുടങ്ങിയിരുന്നു. അവസാനം ആ കപ്പൽ മുഴുവൻ അവർ തകർക്കുകയാണ്. ആ കപ്പൽ തകർത്ത ശേഷം നേവിക്കാർ വന്ന ബോട്ട് വഴി തീവ്രവാദികൾ ചെന്നൈയിലേക്ക് വരുന്നു. ഈ പ്രശ്നം ഗവൺമെന്റിന് വല്ലാത്തൊരു തിരിച്ചടിയാകുന്നുണ്ട്. തമിഴ്നാട് സ്റ്റേറ്റിന്റെ CM ആകാൻ ആഗ്രഹിക്കുന്ന ഒരു പാർട്ടിയുടെ ലീഡറാണ് രംഗസ്വാമി. അയാൾ എംബസിയിലെത്തി ഹിംലറിനെ കാണുന്നുണ്ട്. അവിടെ വെച്ച് ഹിംലർ 30 ദിവസത്തിനുള്ളിൽ ഓം ഓപ്പറേഷന് ശേഷം ഇന്ത്യയെ തന്നെ ഇല്ലാതാക്കുമെന്ന് രംഗസ്വാമിയോട് പറയുന്നു. ശ്രീകാന്തിന്റെ ആഗ്രഹമനുസരിച്ച് വിജിയെ ഒരു ആർമി ഓഫീസർ ആക്കാൻ വേണ്ടി തലപതി അവൾക്ക് ട്രെയിനിങ് കൊടുക്കുകയാണ്. അവൾക്ക് ഇതിലൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. 3 വർഷമായി ആർമിയിൽ ചേരാനുള്ള ആപ്ലിക്കേഷൻ ഫോമിൽ സൈൻ ചെയ്യാൻ അവളോട് അവൻ പറയുന്നുണ്ട്. പക്ഷെ അവൾ ഓരോരോ കാരണങ്ങൾ പറഞ്ഞത് ചെയ്യുന്നില്ല. വിജിയെ കൊണ്ട് ആ ഫോമിൽ സൈൻ ചെയ്യിപ്പിക്കാൻ വേണ്ടി തലപതി കയലിന്റെ സഹായം തേടുന്നു. അപ്പോൾ കയൽ തലപതിയുടെ സമാധാനത്തിന് വേണ്ടി ഫോമിൽ സൈൻ ചെയ്ത് കൊടുക്കാനും അവൾക്ക് ഓഫീസറാകാൻ താല്പര്യമില്ലെങ്കിൽ ഫിസിക്കൽ ടെസ്റ്റിൽ ഫെയിൽ ആക്കാനും വിജിക്ക് ഐഡിയ കൊടുക്കുന്നു. അങ്ങനെ അവസാനം വിജി ആ ഫോമിൽ സൈൻ ചെയ്ത് കൊടുത്തു. ഇത് കണ്ട് തലപതി ഭയങ്കരമായിട്ട് സന്തോഷിക്കുകയും ഡാൻസ് കളിക്കുകയും ചെയ്യുന്നു. അവിടെ വെച്ചൊരു വലിയ ടെഡിബിയറിനെ കണ്ട വിജി ഭയങ്കരമായിട്ട് വയലന്റ് ആയി പെരുമാറുന്നു. ഹിംലറും കൂട്ടറും കൊന്ന നേവിക്കാരുടെ ഡെഡ് ബോഡീസും കുറെ ടെഡിബിയേഴ്സും കടൽക്കരയിൽ വന്ന് അടിയുകയാണ്. അതിലെ ഒരു നേവി ഓഫീസറുടെ കയ്യിൽ നിന്ന് എന്തോ ഒരു മിഷന്റെ പാർട്ട് അവർക്ക് കിട്ടുന്നു. ആ പാർട്ട് പരിശോധിച്ച കലീൽ എന്ന സയന്റിസ്റ്റിന് അവിടെ നടന്നത് റിമോട്ട് കൺട്രോൾ വാർ ആണെന്ന് മനസ്സിലാകുന്നു. ഹിംലർ റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ചാണ് ആ നാവികസേനയെ അറ്റാക്ക് ചെയ്തത്. ആ മെഷീൻ പാർട്ട് ചെക്ക് ചെയ്തപ്പോൾ അതിന്റെ മാനുഫാക്ചറിംഗ് ബോട്ട് എന്റർപ്രൈസസ് എന്ന ആഫ്രിക്കൻ കമ്പനിയാണെന്ന് അവർക്ക് മനസ്സിലാകുന്നുണ്ട്. ആ കമ്പനിയെ കുറിച്ച് നെറ്റിലും ഡാർക്ക് വെബിലും ഒക്കെ അന്വേഷിച്ചിട്ടും ഒരു ക്ലൂവും കിട്ടുന്നില്ല. ആ കമ്പനിയെ കുറിച്ച് ഡാർക്ക് വെബിൽ ഒരു ഡിലീറ്റഡ് വീഡിയോ കാണും. ആ വീഡിയോ പോസ്റ്റ് ചെയ്ത ആഫ്രിക്കൻ ലേഡിയെ കലീൽ കോൺടാക്ട് ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെ ആ ലേഡി വീഡിയോ കോളിൽ വരുന്നു. ഇന്ത്യയിൽ നടന്ന നേവി വാറിൽ റോബോട്ടിക് ഡ്രോൺസും റോബോട്ടും എല്ലാം ഇൻവോൾവ് ആയത് കണ്ടു എന്നും മാനുഫാക്ചേഴ്സ് ബോട്ട് എന്റർപ്രൈസ് ആണെന്ന് കണ്ടെത്തിയെന്നും പറയുന്നു. എന്നിട്ട് ഈ കമ്പനി ആരുടേതാണെന്ന് അവരോട് ചോദിക്കുന്നു. ആഫ്രിക്ക നശിപ്പിച്ച ജോൺ ഹിംലറിന്റെ ആണ് ഈ കമ്പനി എന്നും അവൻ ഇന്ത്യയെ ആഫ്രിക്കയാക്കുന്നതിന് മുൻപ് അവനെ തടയണമെന്നും ആ ലേഡി അവരോട് പറയുന്നുണ്ട്. ഹിംലറിനെതിരായ കുറെ ഡോക്യുമെന്റ്സും അവർ കലീലിന് അയച്ചു കൊടുക്കുന്നു. അപ്പോഴേക്ക് അവിടെ ഹിംലറിന്റെ ആളുകളായ SI വേലുവും കൂട്ടരും എത്തുന്നു. എന്നിട്ട് അവിടെ ഉണ്ടായിരുന്നവരെ അവർ വെടിവെച്ച് കൊല്ലുന്നു. കുറെ പോലീസുകാരും മരണപ്പെടുന്നുണ്ട്. കലീൽ തങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന റോബോട്ടിക് ഗൺ വെച്ച് അവർക്കെതിരെ കൗണ്ടർ ഫയർ ചെയ്യുകയാണ്. എന്നിട്ട് കലീലും അയാളുടെ അസിസ്റ്റന്റുമാരും അവിടെ നിന്ന് ഹിംലറിനെ കുറിച്ചുള്ള എവിഡൻസുകൾ എടുത്ത് രക്ഷപ്പെടുന്നു. SI വേലു കലീൽ തീവ്രവാദിയാണെന്ന് പറഞ്ഞ് അവനെതിരെ കുറെ എവിഡൻസ് പ്ലാൻ ചെയ്യുന്നുണ്ട്. അവനാണ് നേവി അറ്റാക്കിന് സൂത്രധാരൻ എന്ന് അയാൾ വരുത്തി തീർക്കുന്നു. കലീലിന് തെളിവ് കൊടുത്ത ആഫ്രിക്കൻ സ്ത്രീയെയും ഹിംലറിന്റെ ആളുകൾ വെടിവെച്ച് കൊല്ലുന്നു. വിജിയെ അലട്ടുന്ന പ്രശ്നം എന്തെന്നറിയാൻ വേണ്ടി തലപതി അവളെ ഡോക്ടറെ അടുത്ത് കൂട്ടിക്കൊണ്ടു പോവുകയാണ്. അവളെ ഹിപ്നോതെറാപ്പി ചെയ്തപ്പോൾ അവളുടെ കുട്ടിക്കാലത്തെ ആ ട്രോമയെ പറ്റി അവൾ പറയുന്നുണ്ട്. അവളുടെ അമ്മ ചെറുപ്പത്തിൽ ഒരു കടയിൽ നിന്ന് അവൾക്ക് വേണ്ടി ടെഡിബിയർ വാങ്ങിയിരുന്നു. ആ ടെഡിബിയറിന്റെ ഉള്ളിലുണ്ടായിരുന്ന എന്തോ ഒരു സാധനം അവളുടെ അമ്മ കണ്ടിരുന്നു. ആ ടെഡി തിരിച്ചു വാങ്ങാൻ വേണ്ടി ഹിംലറിന്റെ ആളുകൾ അവരുടെ വീട്ടിലെത്തി. അവരെ കണ്ട അമ്മ വിജിയെ അലമാരയിൽ ഒളിപ്പിച്ചു. ആ വന്ന ആളുകൾ വിജിയുടെ അമ്മയെ മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ച് അവളുടെ മുന്നിൽ വെച്ച് തന്നെ കൊന്നു. അതിനുശേഷമാണ് വിജിക്ക് പെട്ടെന്ന് ശബ്ദം കേൾക്കുമ്പോൾ പേടി ഉണ്ടാകാൻ തുടങ്ങിയത്. ഈ കാര്യങ്ങളെല്ലാം കേട്ട തലപതി അവളുടെ റൂമിൽ പോയി ആ ടെഡിബിയറിനെ തിരയുന്നുണ്ട്. അവളുടെ അമ്മ അതാരും കാണാതെ ഒരു സെപ്പറേറ്റ് ലോക്കറിലാണ് വെച്ചിരുന്നത്. അവിടെ നിന്ന് അവൻ ആ ടെഡി പുറത്തെടുക്കുന്നുണ്ട്. ആ ടെഡിയുടെ ഉള്ളിൽ നിന്ന് അവനൊരു ഗണ്ണിന്റെ പാർട്സ് ആണ് കിട്ടുന്നത്. ഇത് കണ്ട തലപതി കയലിന്റെ അടുത്ത് ആ ടെഡിയെ പറ്റിയുള്ള എവിഡൻസ് കളക്ട് ചെയ്യാൻ പറയുന്നു. ആ അന്വേഷണത്തിൽ നിന്ന് അവൾക്ക് ഞെട്ടിക്കുന്ന സത്യങ്ങളാണ് അറിയാൻ കഴിഞ്ഞത്. ആ ടെഡി സപ്ലൈ ചെയ്യുന്ന കമ്പനി JS ടോയ്സ് ആണ്. 15 വർഷമായി അവർ ടോട്ടൽ 50 ലക്ഷം ടെഡി ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് 50 ലക്ഷം ഗൺസ്. ആ ടെഡി വാങ്ങുന്ന കടയുടെ ഓണേഴ്സ് എല്ലാം 15 വർഷങ്ങൾക്ക് മുമ്പ് അതാത് സ്റ്റേറ്റിലെ വലിയ ഗാങ്സ്റ്റേഴ്സ് ആയിരുന്നു. പക്ഷേ ഇപ്പോൾ അവരൊക്കെ അവിടുത്തെ വലിയ പൊളിറ്റീഷ്യൻസ്, ബിസിനസ്മാൻ ഒക്കെയാണ്. ഇതിന്റെയൊക്കെ പിന്നിൽ എന്തൊക്കെയോ വലിയ കളികൾ നടക്കുന്നുണ്ടെന്ന് തലപതിക്ക് മനസ്സിലായി. ഹിംലറിനെ പറ്റിയിട്ടുള്ള എവിഡൻസുമായി കലീൽ മിനിസ്റ്ററിനെ കാണാൻ വിജി പഠിക്കുന്ന കോളേജിൽ എത്തുകയാണ്. അവിടെ പോലീസുകാർ ഉള്ളതുകൊണ്ട് അവൻ അവിടെ പോയി ആ എവിഡൻസ് കൊടുക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് അവൻ ആ തെളിവുകൾ അതിലൂടെ പോയ വിജിയുടെ അടുത്ത് ഏൽപ്പിക്കുന്നു. എന്നിട്ട് ആ ഫയല് രാജ്യസുരക്ഷയെ സംബന്ധിച്ച ഇമ്പോർട്ടന്റ് ഫയലാണെന്ന് പറഞ്ഞ് മിനിസ്റ്ററിന് കൊടുക്കാൻ അവളെ പറഞ്ഞേൽപ്പിക്കുന്നു. കലീൽ ഹാൻഡിക്യാപ്ഡ് ആയതുകൊണ്ട് പാവം തോന്നിയ വിജി അയാൾ പറഞ്ഞതുപോലെ തന്നെ അത് മിനിസ്റ്ററിന് കൊടുക്കുന്നു. CMന് കൊടുത്ത ഫയല് ഹിംലറിന്റെ അടുത്തേക്കാണ് എത്തുന്നത്. CMന് ആ ഫയല് കൊടുത്ത് വിജിയെ കൊല്ലാൻ വേണ്ടി ഹിംലർ ആളുകളെ അയക്കുന്നുണ്ട്. വിജിക്ക് ഒരു ബോയ് ഫ്രണ്ട് ഉണ്ട്. അവന്റെ പേരാണ് കാർത്തിക്. വിജിയെ കാർത്തികും ഫാമിലിയും വന്ന് പെണ്ണ് കാണുകയാണ്. അപ്പോൾ തലപതി വിജി പഠിച്ച് ജീവിതത്തിൽ മുന്നോട്ട് പോയതിനു ശേഷം മാത്രമേ വിവാഹം കഴിപ്പിക്കുകയുള്ളൂ എന്ന് പറയുന്നു.
അത് കേട്ട കാർത്തിക്കിന്റെ അച്ഛൻ പെണ്ണുങ്ങൾ ജോലി ചെയ്ത് സമ്പാദിക്കുന്നതിനെ കുറിച്ച് മോശമായി പറയുന്നു. ഈ സംസാരത്തിൽ ദേഷ്യം വന്ന തലപതി കാർത്തിക്കിന്റെ അച്ഛന്റെ ഷർട്ടിന്റെ കോളറിൽ പിടിച്ച് വീട്ടിന് പുറത്തേക്ക് കൊണ്ടുപോയി. വിജി ആർമി ഓഫീസറായി വന്ന ശേഷവും അവൾക്ക് നിങ്ങളുടെ മകനെ തന്നെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞാൽ അപ്പോൾ ഈ കല്യാണം ആലോചിക്കാം എന്ന് പറഞ്ഞ ശേഷം അവരെ ഇറക്കിവിടുന്നു. ഈ സംഭവത്തിന് ശേഷം വിജിക്ക് തലപതിയുടെ അടുത്ത് വല്ലാത്ത ദേഷ്യമാകുന്നുണ്ട്. അവൾ അയാളോട് എന്നെ വിട്ട് നീ പൊയ്ക്കോ, എനിക്ക് ആർമി ഒന്നും വേണ്ട, ഞാൻ എങ്ങനെയെങ്കിലും ഒറ്റയ്ക്ക് ജീവിച്ചോളാം എന്നൊക്കെ പറയുന്നു. അവൾ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും അവൾക്ക് കാവലായി എപ്പോഴും ഇരിക്കാനാണ് തലപതിയുടെ ആഗ്രഹം. ആ ദിവസം രാത്രി ഹിംലറിന്റെ ആളുകൾ വിജിയെ കൊല്ലാൻ അവരുടെ വീട്ടിലെത്തുന്നു. അതിലുള്ള ഒരാൾ തലപതിയെ കണ്ട ഉടനെ ബാക്കിയുള്ള ഗുണ്ടകളെ എല്ലാം വിളിച്ച് തിരിച്ചോടുകയാണ്. അയാൾ തിരിച്ചുപോയി തന്റെ ഗുണ്ടാ ഗ്യാങ്ങിന്റെ അടുത്ത് തലപതിയുടെ ഒരു പഴയ കഥ പറയുന്നു. കുറെ വർഷങ്ങൾക്ക് മുമ്പ് കാട്ടിലുള്ള ആളുകളെല്ലാം ഒഴിപ്പിച്ച് കാട് കൊള്ളയടിക്കാൻ എത്തിയ 30 ആളുകളെ ഒറ്റയ്ക്ക് കൊന്നൊടുക്കിയവനാണ് തലപതി. അവൻ വിജിയെ സംരക്ഷിക്കുന്ന അത്ര നാളും അവളെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് ആ ഗുണ്ടാ ഗ്യാങ്ങിന് മനസ്സിലാകുന്നു. അപ്പോൾ അവർ വിജിയുടെ ഒരു ഫ്രണ്ടിന് പൈസ കൊടുത്തിട്ട് അവളെ ഒറ്റയ്ക്ക് കൂട്ടിക്കൊണ്ടുവരാൻ പറയുന്നു. ആ ഗുണ്ടാ ഗ്യാങ് തന്നെ ലക്ഷ്യം വെച്ച് വന്നതല്ലെന്നും അവർ വിജിയുടെ പിന്നാലെ വന്നതാണെന്നും തലപതിക്ക് മനസ്സിലാകുന്നുണ്ട്. വിജിയുടെ പിന്നിൽ എപ്പോഴും ആപത്തുണ്ടെന്നും താൻ എപ്പോഴും കൂടെ വരാമെന്നും തലപതി അവളോട് പറയുന്നുണ്ടെങ്കിലും അവൾ കേൾക്കുന്നില്ല. കോളേജിലെത്തിയ വിജിയെ അവളുടെ ഫ്രണ്ട് കാർത്തിക് അവളെ കാണാൻ വേണ്ടി വിളിക്കുന്നു എന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോകുന്നു. അവൻ അവളെ കൂട്ടിക്കൊണ്ടുപോയത് ആ ഗുണ്ടകളുടെ അടുത്തേക്കായിരുന്നു. വിജിയെ കോളേജിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോകാൻ വന്ന തലപതി അവൾ കാർത്തികിനെ കാണാൻ വേണ്ടി ഒരു ഫ്രണ്ടിന്റെ കൂടെ പോയി എന്ന് മനസ്സിലാക്കുന്നു. ആ സമയത്ത് കാർത്തികിനെ ക്യാമ്പസിൽ കണ്ട തലപതിക്ക് വിജിയുടെ ജീവൻ അപകടത്തിലാണെന്ന് മനസ്സിലാകുന്നുണ്ട്. വിജിയെ തേടി തലപതിയും അവരുടെ പിന്നാലെ തന്നെ പോകുന്നു. ഗുണ്ടകളുടെ അടുത്ത് വിജിയെ എത്തിച്ച ഫ്രണ്ടിനെയും ആ ഗുണ്ടകൾ കൊല്ലുകയാണ്. ഗുണ്ടകൾ കലീലിനെ പറ്റി ചോദിച്ച് വിജിയെ വല്ലാതെ മർദ്ദിക്കുന്നുണ്ട്. അപ്പോഴേക്കും അവിടെ എത്തിയ തലപതി ഗുണ്ടകളെ പൊതിരെ തല്ലുന്നു. ഇതെല്ലാം ക്യാമറ വഴി കണ്ടുകൊണ്ടിരുന്ന ഹിംലർ തലപതിയെ കണ്ട് ഷോക്കാകുന്നുണ്ട്. അപ്പോൾ അടുത്തുണ്ടായിരുന്ന രംഗസ്വാമിയുടെ അടുത്ത് ഇവനെ ജയിലിൽ വെച്ച് കൊല്ലാൻ പറഞ്ഞതാണ്, എന്താണ് ഇവനെ കൊല്ലാതെ വിട്ടതെന്ന് ചോദിക്കുന്നു. അപ്പോൾ അയാൾ ഞങ്ങൾ കൊല്ലാൻ കുറെ ട്രൈ ചെയ്തിരുന്നുവെന്നും പക്ഷേ പറ്റിയില്ല എന്നും പറയുന്നു. അതേസമയം ഹിംലറിന്റെ കുറെ ആളുകൾ വന്ന് തലപതിയെ പിടിച്ചു വെക്കുന്നുണ്ട്. ഹിംലർ തന്റെ മുഖം വീഡിയോ കോളിലൂടെ തലപതിയെ കാണിക്കുന്നു. എന്നിട്ട് അവൻ തലപതിയോട് നീ എന്നെ കൊന്നിട്ടല്ലേ ജയിലിൽ പോയത്, ഞാനിപ്പോൾ DC അംബരീഷ് ആയിട്ടല്ല നിന്റെ മുന്നിൽ നിൽക്കുന്നത്, മരണമില്ലാത്ത ജോൺ ഹിംലർ ആയിട്ടാണെന്ന് പറയുന്നു. അവിടെയുണ്ടായിരുന്ന ഗുണ്ടകൾ തലപതിയെ കൊല്ലാൻ നോക്കുമ്പോഴേക്കും തലപതി എല്ലാവരെയും കൊന്നിട്ടുണ്ടാകും. ഹിംലർ തലപതിയോട് ഈ പ്രശ്നത്തിൽ ഇടപെടേണ്ട, ജീവൻ കൊണ്ട് രക്ഷപ്പെട്ടോളാൻ പറയുന്നു. എന്നാൽ തലപതി ഹിംലറിനെ തീർത്ത ശേഷം മാത്രമേ അടങ്ങുകയുള്ളൂ എന്ന ഒറ്റൊരു തീരുമാനത്തിലാണ്. ഹിംലറിന്റെയും തലപതിയുടെയും ശത്രുതയ്ക്ക് കാരണം എന്താണ് അതറിയാൻ നമുക്ക് അവരുടെ ഫ്ലാഷ് ബാക്കിലേക്ക് പോകാം. 2005 മധുരയിൽ വെച്ച് നടന്ന മദ്യദുരന്തത്തിൽ പോർക്കടി എന്ന സ്ത്രീയുടെ ഭർത്താവ് ഉൾപ്പെടെ 60ഓളം പേർ മരണപ്പെട്ടു. മദ്യദുരന്തത്തിന് കാരണക്കാരായ ആളുകളെ പിടികൂടുന്നവരെ സമരം ചെയ്യുമെന്ന് പറഞ്ഞ നാട്ടുകാരെ പോലീസുകാർ വെടിവെച്ചു കൊല്ലുന്നു. ആ വെടിവെപ്പിൽ നിന്ന് രക്ഷപ്പെട്ട പോർക്കടി കണ്ണകി പ്രതിമയുടെ അടുത്തിരുന്ന് നിരാഹാര സമരം ആരംഭിക്കുന്നു. മദ്യദുരന്തത്തിന് കാരണക്കാരായവരെയും ആളുകളെ വെടിവെച്ചു കൊന്നവരെയും ശിക്ഷിക്കാതെ അവൾ അവിടെ നിന്ന് എഴുന്നേക്കില്ല എന്ന് പറയുന്നു. നാട്ടുകാരൊക്കെ അവൾക്ക് ഭയങ്കര സപ്പോർട്ട് നൽകുന്നുണ്ട്. മുഖ്യമന്ത്രി ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ വേണ്ടി മധുരയ്ക്ക് കളക്ടറായി ഷീല റാണിയെയും DC ആയി അമരീഷ് പൂജാരിയെയും തിരഞ്ഞെടുക്കുന്നു. ഈ ഡിസ്ട്രിക്റ്റിൽ മദ്യദുരന്തത്തിന്റെ കാര്യത്തിൽ ആരാണ് കാരണക്കാരൻ എന്ന് ചോദിക്കുമ്പോൾ SI ആയ വേലൂർ രോജ രംഗസ്വാമിയെക്കുറിച്ച് അമരീഷിന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഭയങ്കര ശക്തനായ പൊളിറ്റീഷ്യനാണ് അയാൾ, CM പോലും അയാളെ ഭയക്കുന്നു. ആ സമയത്ത് രംഗസ്വാമി അമരീഷിനെ ഫോൺ വിളിച്ച് അയാളുടെ വീട്ടിലേക്ക് വരാൻ പറയുന്നു. ഓഫീസിലെ ഫയൽ നോക്കുന്നതിന് മുൻപ് അയാളുടെ വീട്ടിലേക്കാണ് വരേണ്ടതെന്ന് അയാൾ പറഞ്ഞു. ഇത് കേട്ട് ദേഷ്യം വന്ന അമരീഷ് അയാളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടി തന്റെ ഫോഴ്സുമായി അവിടേക്ക് പുറപ്പെടുന്നു. എന്നാൽ അവിടെ എത്തിയ അമരീഷിന് അയാളെ ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. കാരണം രംഗസ്വാമിയുടെ വീടിനു ചുറ്റും 1 ലക്ഷത്തിൽ കൂടുതൽ റൗഡികൾ ഉണ്ടായിരുന്നു. രംഗസ്വാമി അമരീഷിനെ തല്ലുകയും അയാളുടെ ഡ്രസ്സ് കീറുകയും എന്നിട്ട് അവനെ ട്രൗസറിൽ നിർത്തുകയും ചെയ്തു. പോലീസുകാർക്ക് ഒരു പവറുമില്ലെന്നും പൊളിറ്റീഷ്യന് മാത്രമാണ് പവർ ഉള്ളതെന്നും രംഗസ്വാമി അവനോട് പറഞ്ഞു. അവിടെ നിന്ന് ഡ്രസ്സില്ലാതെ അപമാനിതനായി അമരീഷ് തിരിച്ച് പോലീസ് സ്റ്റേഷനിൽ എത്തുന്നു. എന്നിട്ട് അയാൾ റെക്കോർഡ് റൂമിൽ കയറി വാതിലടയ്ക്കുന്നുണ്ട്. പോർക്കടിയുടെ നിരാഹാരം 3-ാം ദിവസം എത്തിയിരുന്നു. രംഗസ്വാമിയുടെ മകൻ പോർക്കടിയുടെ മകളെ തട്ടിക്കൊണ്ടുപോകുന്നു. എന്നിട്ട് മകളുടെ ഡ്രസ്സ് പോർക്കടിക്ക് കൊടുത്തിട്ട് 1 മണിക്കൂറിനുള്ളിൽ ഈ സമരം അവസാനിപ്പിച്ചില്ലെങ്കിൽ ഈ ഡ്രസ്സ് വന്ന പോലെ മകൾ തിരിച്ചു വരില്ല എന്ന് പറയുന്നു. പോർക്കടി തന്റെ മകളുടെ ഡ്രസ്സ് അവിടെയുള്ള ഒരു കൊടിമരത്തിൽ കെട്ടിത്തൂക്കിയിടുന്നു. ഈ സംഭവത്തിന് ശേഷം മീഡിയയും നാട്ടുകാരും രംഗസ്വാമിയെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി മുറവിളി കിട്ടാൻ തുടങ്ങുന്നു. അപ്പോൾ രംഗസ്വാമി മിനിസ്റ്ററിനെ വിളിച്ച് തനിക്കെതിരെ എന്തെങ്കിലും ആക്ഷൻ എടുത്താൽ മിനിസ്റ്ററിന്റെ പാർട്ടി തന്നെ ഇല്ലാതാക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നു. അതുകൊണ്ട് മിനിസ്റ്ററും ഒന്നും ചെയ്യാതിരിക്കുകയാണ്. അപ്പോൾ കമ്മീഷണർ ഒരു പോലീസുകാരനെ പണിഷ്മെന്റ് ട്രാൻസ്ഫറിൽ മധുരയ്ക്ക് മാറ്റിയ കാര്യത്തെക്കുറിച്ച് മുഖ്യമന്ത്രിയുടെ അടുത്ത് പറയുന്നത്. കാട്ടുവാസിക്കാരെ ഉപദ്രവിച്ച 30 പേരെ വെട്ടിക്കൊന്ന തലപതിയെയാണ് അവർ പണിഷ്മെന്റ് ട്രാൻസ്ഫറിൽ മധുരയിലേക്ക് മാറ്റിയത്. 1 മണിക്കൂർ കഴിഞ്ഞിട്ടും പോർക്കടി അവിടെ നിന്ന് എഴുന്നേക്കാത്തത് കൊണ്ട് രംഗസ്വാമിയുടെ ആളുകൾ അവിടെ എത്തി അവളെ ഉപദ്രവിക്കാൻ തുടങ്ങുന്നു. അപ്പോഴാണ് പുതുതായി ചാർജ് എടുത്ത തലപതി അവിടേക്ക് എത്തുന്നത്. അവളെ ആളുകൾ ഉപദ്രവിക്കുന്ന കാണുന്ന തലപതി അവരെയൊക്കെ പൊതിരെ തല്ലുന്നു. എന്നിട്ട് ആ ഗുണ്ടകളുടെ തലയൊക്കെ വെട്ടിയെടുത്ത് രംഗസ്വാമിക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യുന്നു. പോർക്കടിയുടെ മകളെ തിരിച്ചു കൊണ്ടുവിട്ടില്ലെങ്കിൽ രംഗസ്വാമിയുടെ മുഴുവൻ സാമ്രാജ്യവും ഇല്ലാതാക്കുമെന്ന് തലപതി അയാൾക്ക് ഉറപ്പ് കൊടുക്കുന്നു. ആ പെൺകുട്ടിയെ തിരിച്ചെത്തിക്കാമെന്ന് രംഗസ്വാമി സമ്മതിക്കുന്നുണ്ട്. പോർക്കടി സമരം ചെയ്തുകൊണ്ടിരുന്ന സ്ഥലത്ത് രംഗസ്വാമിയുടെ ആളുകൾ അവളുടെ മകളുടെ ഡ്രസ്സില്ലാത്ത ഡെഡ് ബോഡി വലിച്ചെറിയുന്നു. അത് കണ്ട് തലപതിയുടെ ഹൃദയം തകരുന്നുണ്ട്. അപ്പോൾ തന്നെ രംഗസ്വാമി തലപതിയെ ഫോൺ വിളിക്കുന്നു. എന്നിട്ട് അയാൾ അടുത്ത ദിവസം അയാളുടെ വീട്ടിലെത്തി ഭക്ഷണം കഴിക്കുന്ന ഫോട്ടോ എടുത്തില്ലെങ്കിൽ പോർക്കടിയുടെ മകളുടെ അടുത്ത് ചെയ്ത
പോലെ അവന്റെ അമ്മയുടെ അടുത്തും ചെയ്യുമെന്ന് പറയുന്നു. അങ്ങനെ അടുത്ത ദിവസം തലപതിയും പോർക്കൊടിയും രംഗസ്വാമിയുടെ വീട്ടിലെത്തി ഭക്ഷണം കഴിച്ച് ഫോട്ടോ എടുക്കുകയാണ്. അവിടെ വെച്ച് രംഗസ്വാമി തന്റെ മകൻ പോർക്കൊടിയുടെ മകളെ ചെറുതായി ഒന്ന് അടിച്ചപ്പോൾ അവൾ മരിച്ചുപോയെന്നും മരിച്ച ശേഷവും ആ പെൺകുട്ടിയെ അവൻ റേപ്പ് ചെയ്തെന്നും പറയുന്നു. അത് കേട്ട തലപതി ഒരു കത്തി ഉപയോഗിച്ച് അവനെ ആ ഡൈനിങ് ടേബിളിൽ തന്നെ കുത്തിക്കൊല്ലുന്നു. ഇതൊക്കെ കേട്ടുകൊണ്ടിരുന്ന പോർക്കൊടി രംഗസ്വാമി അടിക്കുന്നുണ്ട്. അവരിങ്ങനെയൊക്കെ ചെയ്തെന്ന് മനസ്സിലാക്കിയ രംഗസ്വാമിയുടെ ആളുകൾ വയലന്റായി അറ്റാക്ക് ചെയ്യാൻ തുടങ്ങുമ്പോഴേക്കും തലപതിയുടെ ആളുകൾ അവിടെ എത്തി അവരെ തടയുന്നു. എന്നിട്ട് തലപതി രംഗസ്വാമിയെ ചാട്ടവാറുകൊണ്ട് അടിച്ച് ട്രൗസറിൽ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോവുകയാണ്. ഈ സംഭവത്തിന് ശേഷം തലപതി ആളുകൾക്കിടയിൽ പ്രിയപ്പെട്ടവനായി മാറുന്നു. രംഗസ്വാമിയാൽ അപമാനിതനായ DC അമരീഷ് റെക്കോർഡ് റൂമിൽ അടച്ചിരുന്ന് ഭ്രാന്തമായി പെരുമാറുകയാണ്. അപ്പോൾ അവന്റെ ഉള്ളിലുള്ള സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി പുറത്തുവരുന്നു. ആ പേഴ്സണാലിറ്റി അവനോട് പോലീസ് ജോലി വിട്ട് രാഷ്ട്രീയത്തിൽ ഇറങ്ങി പവർഫുള്ളായ ഒരാളായി മാറാൻ പറയുന്നു. എന്നിട്ട് ജാതിയും മതവും ഉപയോഗിച്ച് നാട്ടുകാരെയൊക്കെ തമ്മിലടിപ്പിച്ച് ഒരു കൺട്രോൾ ഡെമോക്രസി കൊണ്ടുവരാനും പറയുന്നുണ്ട്. അവന്റെ നല്ല പേഴ്സണാലിറ്റിയെ ഇല്ലാതാക്കി ആ സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി അവന്റെ ശരീരത്തിൽ ശക്തി പ്രാപിക്കുകയാണ്. അതിനുശേഷം അമരീഷ് രംഗസ്വാമിയെ ജയിലിൽ പോയി കാണുന്നുണ്ട്. ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി അവനെ CM ആക്കാമെന്നും അതിനുശേഷം തന്നെ ഡെപ്യൂട്ടി CM ആക്കണമെന്നും അമരീഷ് അയാളോട് പറയുന്നു. രംഗസ്വാമിക്ക് തലപതിയെ എങ്ങനെയെങ്കിലും കൊല്ലണം, അത് സമയമെടുത്ത് ചിന്തിച്ച് ചെയ്യേണ്ടതാണെന്നും അതിന് തന്റെ കയ്യിൽ വേറെ പ്ലാൻ ഉണ്ടെന്നും അമരീഷ് രംഗസ്വാമിയോട് പറയുന്നുണ്ട്. അതേസമയം ഇല്യാസ് എന്ന് പറയുന്ന ഒരാള് തലപതിയെ കാണാൻ വേണ്ടി അയാളുടെ വീട്ടിലെത്തുന്നു. അവൻ അറിയാവുന്ന ഒരാള് ബോംബുണ്ടാക്കി ആളുകളെ കൊല്ലാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ്. DC അമരീഷ് ആണ് അയാളെ കൊണ്ട് ഈ ബോംബ് ഉണ്ടാക്കിക്കുന്നതെന്ന് മനസ്സിലാക്കിയ ഇല്യാസ് അത് തലപതിയുടെ അടുത്ത് പറയാൻ വേണ്ടിയിട്ടാണ് അവിടെ എത്തുന്നത്. തലപതി ഇല്യാസിനെയും കൂട്ടി ബോംബ് ബ്ലാസ്റ്റ് തടയാൻ എത്തുമ്പോഴേക്കും കുറേ സ്ഥലങ്ങളിൽ ബോംബ് പൊട്ടിയിട്ടുണ്ടാകും. നാട്ടുകാരെ തീവ്രവാദികളിൽ നിന്ന് രക്ഷിക്കാൻ ഇപ്പോഴുള്ള പൊളിറ്റിക്കൽ പാർട്ടീസിന് പറ്റില്ല എന്ന് പറഞ്ഞ് രംഗസ്വാമി ഈ അവസരത്തിൽ പുതിയൊരു പൊളിറ്റിക്കൽ പാർട്ടി ഉണ്ടാക്കുന്നു. DC അമരീഷ് ആണ് എല്ലാത്തിനും കാരണക്കാരനെന്ന് മനസ്സിലായ തലപതി ഇലിയാസിന്റെ കൂടെ DCയെ കാണാനെത്തുന്നു. അമരീഷും തലപതിയും തമ്മിൽ സംസാരിക്കുന്നതിനിടയിൽ താനൊരു റെവല്യൂഷൻ ചെയ്ത് നാട് നന്നാക്കാനാണ് പോകുന്നതെന്ന് പറഞ്ഞ് അമരീഷ് തലപതിയെ വെടിവെക്കുന്നു. ആ വെടിയുണ്ട അവിടെ ഉണ്ടായിരുന്ന ഇലിയാസിന് കൊള്ളുകയും അയാൾ മരിക്കുകയും ചെയ്തു. അമരീഷിന്റെ കയ്യിൽ നിന്ന് ഗണ്ണ് വാങ്ങി തലപതി അയാളെ വെടിവെച്ച് വീഴ്ത്തി. ഈ ബോംബ് ബ്ലാസ്റ്റ് ചെയ്തത് ഇലിയാസും തലപതിയും കൂടിയാണെന്ന് അമരീഷ് വരുത്തി തീർത്തിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ തലപതിക്കെതിരെ അവന്റെ അമ്മ മൊഴി കൊടുക്കുകയും അതിനുശേഷമാണ് തലപതി ജയിലിലേക്ക് പോവുകയും ചെയ്തത്. രംഗസ്വാമിയുടെ ആളുകൾ തലപതിയുടെ വീട്ടിൽ ആയുധങ്ങൾ വെച്ച് അവിടെ ഉണ്ടായിരുന്ന ആളുകളെ ഉപദ്രവിച്ചാണ് അമ്മയെ കൊണ്ട് തലപതിക്കെതിരായി മൊഴി കൊടുപ്പിച്ചത്. ഈ കഥകളെല്ലാം കേട്ട് വിജി ആർമിയിൽ ചേരാൻ റെഡിയാവുന്നു. വിജിയെ ട്രെയിനിങ് അക്കാദമിയിൽ ചേർത്ത് ട്രെയിൻ ചെയ്യിപ്പിച്ചാൽ ആർമി ടെസ്റ്റ് ഈസി ആയിട്ട് പാസ്സാകാൻ സാധിക്കുമെന്നതുകൊണ്ട് ഒരു മേജറിന്റെ അടുത്തെത്തി അവളെ ട്രെയിൻ ചെയ്യിപ്പിക്കാൻ വേണ്ടി പറയുന്നു. അയാൾ ആദ്യം പെൺകുട്ടി എന്ന നിലയിൽ അവളെ വല്ലാതെ കുറച്ചു കാണുന്നുണ്ട്. അയാളുടെ ബെസ്റ്റ് സ്റ്റുഡന്റിന്റെ കൂടെ അവളെ ഫൈറ്റ് ചെയ്യിപ്പിച്ചപ്പോൾ അവന്റെ 2 അടി പോലും താങ്ങാൻ സാധിക്കാതെ വിജി വീഴുന്നു. അതുകൊണ്ട് അവൾ ആർമിയിൽ പോകാൻ ഫിറ്റായ ആളല്ലെന്നും വീട്ടിൽ കൊണ്ടുപോയി പാചകം പഠിപ്പിക്കാനും പറയുന്നു. അത് കേട്ട് ദേഷ്യം വന്ന തലപതി അയാളുടെ ബെസ്റ്റ് സ്റ്റുഡന്റിനെ ഫൈറ്റ് ചെയ്ത് തോൽപ്പിക്കുന്നു. ആ മേജർ ഭയങ്കര നാരോ മൈൻഡഡ് ആയിട്ടുള്ള ആളാണെന്ന് പറഞ്ഞ് അവർ അവിടെ നിന്ന് പോകാൻ ഇറങ്ങുകയാണ്. അതേസമയം അവിടെ ഒരു ചെറിയ കുട്ടിയെ ചോക്ലേറ്റ് വാങ്ങിക്കൊടുത്ത് സെക്ഷൽ അസോൾട്ട് ചെയ്ത സംഭവം നടക്കുന്നത് തലപതി കാണുന്നു. ഇങ്ങനെയുള്ള സംഭവം കുട്ടികൾക്ക് ആരും പറഞ്ഞു കൊടുക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയ അയാൾ സ്കൂൾ ഫംഗ്ഷൻ നടക്കുന്നതിനിടയിൽ സ്റ്റേജിൽ പോയി എല്ലാ കുട്ടികൾക്കും ഗുഡ് ടച്ച് ബാഡ് ടച്ച് പറഞ്ഞു കൊടുക്കുന്നു. പെൺകുട്ടികളെ എല്ലാം പുലിയായി ധൈര്യശാലിയായി വളർത്തണമെന്ന് അയാൾ പറയുന്നുണ്ട്. ഇതൊക്കെ കേട്ട് മനസ്സു മാറിയ മേജർ വിജിക്ക് ട്രെയിനിങ് കൊടുക്കാൻ തയ്യാറാകുന്നു. ഇതേ സമയത്ത് വേലു കലീലിനെ പിടിച്ച് എവിഡൻസും മോഡേൺ വെപ്പൺസും എവിടെയെന്ന് ചോദിച്ച് അയാളെ ടോർച്ചർ ചെയ്യാൻ തുടങ്ങിയിരുന്നു. എന്നിട്ടും കലീൽ അതൊന്നും ആർക്കും പറഞ്ഞു കൊടുത്തില്ല. വിജി മേജറിന്റെ കീഴിൽ ഫിസിക്കലി ആർമി ഓഫീസർ ആകാനുള്ള എല്ലാ ട്രെയിനിങ്ങും കംപ്ലീറ്റ് ചെയ്ത് നല്ല രീതിയിൽ ഫിസിക്കലി ഫിറ്റ് ആകുന്നു. എന്നാലും അവൾക്ക് ഇപ്പോഴും പഴയ പേടി മാറിയിട്ടില്ല. ആർമി ട്രെയിനിങ് അക്കാദമിയിലേക്ക് വിജിയെ കാണാൻ വേണ്ടി കാർത്തിക് എത്തുകയാണ്. അവൻ അവളോട് ആർമി വിട്ട് അവന്റെ കൂടെ വരാനും കല്യാണം കഴിച്ച് നമുക്ക് നന്നായി ജീവിക്കാമെന്നും പറയുന്നു. കാർത്തിക് ഈ പറയുന്നത് കേട്ട് തിരിച്ചൊന്നും പറയാതെ വിജി പോകാൻ തുടങ്ങുന്നു. ഇതുകൊണ്ട് ദേഷ്യം വന്ന അവൻ തലപതി നിന്നെ ട്രാപ്പ് ചെയ്തേക്കുവാണെന്നും അയാളൊരു സാഡിസ്റ്റ് ആണെന്നും അയാളെ വിട്ട് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടോളാനും പറയുന്നുണ്ട്. ഇത് കേട്ട വിജി 12 വർഷമായി ആ മനുഷ്യൻ തനിക്ക് വേണ്ടിയാണ് ജീവിക്കുന്നതെന്നും അയാളുടെ ജീവിതം മുഴുവൻ സാക്രിഫൈസ് ചെയ്തത് തനിക്ക് വേണ്ടിയാണെന്നും പറയുന്നു. അയാൾ തനിക്ക് ജന്മം തരാത്ത അച്ഛനാണെന്നും അയാളാണ് തനിക്ക് എല്ലാമെന്നും പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോകുന്നു. ഇതേ സമയം തലപതിയെ പിടിക്കാൻ വേണ്ടി ഹിംലർ ഒരു പ്ലാൻ ചെയ്യുന്നുണ്ട്. രംഗസ്വാമിയെ അയാളുടെ ആളുകളെയും കാട്ടിലുള്ള തലപതിയുടെ ആളുകളെ പിടിച്ചുകൊണ്ടുവരാൻ വേണ്ടി ഹിംലർ വിടുന്നുണ്ട്. അവർ അവിടെ എത്തിയപ്പോൾ തലപതിയും നാട്ടുകാരും കൂടെ അവരെയാണ് തടവിലാക്കുന്നത്. അതിനുശേഷം രംഗസ്വാമി നടന്ന കാര്യങ്ങളൊക്കെ തലപതിയുടെ അടുത്ത് പറയാൻ തുടങ്ങുന്നു. DC അമരീഷ് ആണ് ആ ബോംബ് ബ്ലാസ്റ്റിന് കാരണമെന്ന് മനസ്സിലാക്കിയ തലപതിയുടെ ആളുകൾ ബോംബ് വച്ചവരെ പിടിച്ചിരുന്നു. അപ്പോൾ ആ കേസ് തന്റെ എതിരെ തിരിയുമെന്ന് മനസ്സിലാക്കിയ DC താൻ മരിച്ചതായി കാണിച്ച് ആഫ്രിക്കയിലേക്ക് രക്ഷപ്പെട്ടു. ആ സമയത്ത് ആഫ്രിക്കയിൽ സിവിൽ വാർ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. കമ്പനികളെല്ലാം ആ നാടുകളിലെ സമ്പത്ത് കൊള്ളയടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സൊസ്നിയ എന്ന ആഫ്രിക്കൻ രാജ്യത്തെ പ്രസിഡന്റ് മാത്രം ആ കമ്പനികളെ രാജ്യത്തേക്ക് കൊണ്ടുവരാൻ സമ്മതിക്കുന്നില്ലായിരുന്നു. അത് മനസ്സിലാക്കിയ അമരീഷ് കമ്പനികളുടെ കൂടെ ഡീൽ വെച്ച് ആ നാട്ടിൽ കയറി നാട് പിടിച്ചെടുക്കാൻ തീരുമാനിക്കുന്നു. സൊസ്നിയയിലെത്തിയ അമരീഷ് അവിടെ ഒരു ചെറിയ ടോയ് കമ്പനി ഉണ്ടാക്കുകയും ആ കമ്പനിയുടെ മറവിൽ ആയുധങ്ങൾ സപ്ലൈ ചെയ്യാനും തുടങ്ങിയിരുന്നു. ഹിംലറും കൂട്ടരും ആ രാജ്യത്ത് ജാതിമത പ്രശ്നങ്ങൾ ഉണ്ടാക്കി നാട്ടുകാരുടെ ഇടയിൽ വലിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. അങ്ങനെ ആ പ്രശ്നങ്ങൾ വളർന്ന് വലിയ സിവിൽ വാറായി മാറിയിരുന്നു. ആ സമയത്ത് ടോയ് കമ്പനിയിൽ ഉണ്ടായിരുന്ന ഗണ്ണുകൾ അവിടെയുള്ളവർ കൊടുക്കുകയും അങ്ങനെ ആ നാട്ടിലുള്ള ലക്ഷക്കണക്കിന് ആളുകൾ തമ്മിൽ തല്ലി മരിക്കാൻ തുടങ്ങി. അങ്ങനെ അമരീഷ് ആ രാജ്യത്തെ ഇല്ലാതാക്കി
ഇല്ലാതാക്കി കമ്പനിയുടെ മുന്നിൽ അടിയറവ് പറയിച്ചു. അതിനുശേഷം ആ കമ്പനി അംബരീഷിനിട്ട പേരാണ് ഹിംലർ ജോൺ ഓഫ് ഡെത്ത് എന്നുള്ളത്. ആഫ്രിക്കയിലെ ഓപ്പറേഷന് ശേഷം ഇന്ത്യയിലും അതേ കാര്യങ്ങൾ പ്ലാൻ ചെയ്യാൻ ഹിംലർ തുടങ്ങിയിരുന്നു. ആ ഓപ്പറേഷൻ അയാൾ ഇട്ട പേരാണ് OM, ഓപ്പറേഷൻ മെലുക. മെലുക എന്നത് ഇന്ത്യയുടെ പഴയ പേരാണ്. അങ്ങനെ അവർ ആഫ്രിക്കയിലെ പോലെ ഇന്ത്യയിലും ഗണ്ണ് കൊണ്ടുവന്ന് സ്റ്റോക്ക് ചെയ്യാൻ തുടങ്ങി. ക്രിസ്ത്യൻ, ഹിന്ദു, മുസ്ലിം സംഘടനകൾ ഉണ്ടാക്കി. ഇന്റർനെറ്റ് വഴി മതവിദ്വേഷം പ്രചരിപ്പിക്കാൻ തുടങ്ങി. ഇനി ഇതിന്റെ ഫൈനൽ സ്ട്രൈക്കാണ് ബാക്കിയുള്ളത്. ഈ മതവറി വല്ലാതെ കൂട്ടി എല്ലാവർക്കും ഗണ്ണ് കൊടുക്കാനും ആഫ്രിക്കയിലെ പോലെ ഇന്ത്യയിലും സിവിൽ വാർ ഉണ്ടാക്കാനുമാണ് അവരുടെ പദ്ധതി. അങ്ങനെ സംഭവിച്ചാൽ ആളുകളുടെ വോട്ടവകാശം ഇല്ലാതാകുകയും സർവാധികാരം വരികയും ചെയ്യും. അപ്പോൾ ഈ നാടിനെ കൺട്രോൾ ചെയ്യാനുള്ള പവർ അവർക്ക് കിട്ടുമെന്നാണ് അവർ കരുതുന്നത്. 1 മണിക്കൂറിനുള്ളിൽ ഫൈനൽ സ്ട്രൈക്ക് ആരംഭിക്കുമെന്നാണ് രംഗസ്വാമി പറയുന്നത്. ഇതേ സമയത്ത് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ ഒരു മീറ്റിംഗ് നടക്കുകയാണ്. അവിടെ ഗവർണറും CM-ഉം വലിയ കുറെ ഓഫീസർമാരും ഉണ്ട്. അപ്പോൾ അവിടേക്ക് റിമോട്ട് കൺട്രോൾ വഴി കൺട്രോൾ ചെയ്യുന്ന ഒരു കാർ വന്ന് ബ്ലാസ്റ്റ് ആകുന്നു. അവിടേക്ക് ഹിംലറിന്റെ കുറെ ആളുകൾ എത്തി പോലീസുകാരെയൊക്കെ കൊന്ന് ഹെഡ്ക്വാർട്ടേഴ്സിന്റെ കൺട്രോൾ ഏറ്റെടുക്കുകയാണ്. അവിടെ എത്തിയ ഹിംലർ ഗവർണറിനെയും CM-നെയും ഹോസ്റ്റേജ് ആക്കി വെച്ച് ചീഫ് സെക്രട്ടറിയായ ഷീല റാണിയുടെ അടുത്ത് 2 ഡിമാൻഡുകൾ വെക്കുന്നുണ്ട്. ആ ദിവസം രാത്രി മുഴുവൻ എന്ത് സംഭവിച്ചാലും പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരു പോലീസുകാർ പോലും വന്ന് ഒന്നും ചെയ്യാൻ പാടില്ലെന്നായിരുന്നു അവരുടെ ആദ്യത്തെ ഡിമാൻഡ്. രണ്ടാമത്തേത് മൊബൈൽ, TV, നെറ്റ്വർക്ക് കണക്ഷൻ എന്നിവ കട്ട് ചെയ്യാൻ പാടില്ലെന്നായിരുന്നു. ആദ്യം അവർ ഈ ഡിമാൻഡുകളൊന്നും അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഹിംലറിനെയും ടീമിനെ പിടിക്കാൻ വേണ്ടി കമാൻഡറിനെയും ആർമി ഫോഴ്സിനെയും അവിടേക്ക് വിടുന്നുണ്ട്. ആ ഫോഴ്സ് ഉള്ളിലേക്ക് കയറാൻ തുടങ്ങുമ്പോഴേക്കും ഹിംലർ റിമോട്ട് കൺട്രോൾ വഴി റോബോട്ട്സിനെയും റോബോട്ടിക് ഡ്രോണിനെയും ഉപയോഗിച്ച് ആ പട്ടാളക്കാരെ എല്ലാം വെടിവെച്ച് കൊല്ലുന്നുണ്ട്. അപ്പോൾ ആർമി ഹെലികോപ്റ്റർ ഉപയോഗിച്ച് അറ്റാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഹിംലർ റോബോട്ട്സിനെ ഉപയോഗിച്ച് അതും തകർത്തു. വേറെ വഴിയൊന്നുമില്ലാതെ അവർ പറഞ്ഞ പോലെ പോലീസ് സ്റ്റേഷനുകളെല്ലാം അടച്ചിടാൻ ഓർഡർ കൊടുക്കുകയും അടച്ചിടുകയും ചെയ്തു. ഹിംലർ ബന്ദിയാക്കി വെച്ചിരുന്ന കുറച്ച് ആളുകളെ കൊന്ന ശേഷം ഗവർണറിനെ കൊണ്ട് പാകിസ്ഥാൻ തീവ്രവാദികൾ ഹിന്ദുക്കളെ കൊന്ന് ഇന്ത്യയെ പാകിസ്ഥാനാക്കാൻ പോവുകയാണെന്ന് ലൈവിൽ പറയിപ്പിക്കുന്നു. ഈ ഒരു സംഭവത്തിന് ശേഷം ഹിന്ദു മുസ്ലിമിന്റെ ഇടയിൽ വലിയ വലിയ പ്രശ്നങ്ങൾ ആരംഭിക്കാൻ തുടങ്ങി. അതേസമയം തലപതിയുടെ ആളുകൾ DC വേലുവിനെ പിടിച്ചുകൊണ്ടുപോയി ചോദ്യം ചെയ്യുകയാണ്. ഈ RC വാർ തടയാൻ വേണ്ടി സയന്റിസ്റ്റ് ഖലീലിന്റെ അടുത്ത് വെപ്പൺ ഉണ്ടെന്ന് അവർക്ക് അതിൽ നിന്ന് മനസ്സിലാകുന്നു. ഖലീലിനെ തലപതിയും കൂട്ടരും DC വേണുവിന്റെ അടുത്തുനിന്ന് രക്ഷിക്കുന്നുണ്ട്. ഹിംലർ ഗവൺമെന്റിനെതിരായി RC വാർ നടത്തുന്ന കാര്യം ഖലീലിന്റെ അടുത്ത് തലപതി പറയുന്നുണ്ട്. ഈ RC വാർ പ്രതിരോധിക്കാനുള്ള വെപ്പൺസ് തന്റെ സേഫ് ഹൗസിലുള്ള കാര്യം ഖലീൽ തലപതിയുടെ അടുത്ത് പറഞ്ഞു. ഇതേ സമയത്ത് മതവറി കൂട്ടാൻ വേണ്ടി ഹിംലറും ടീമും ആളുകൾക്ക് തൂക്ക് കൊടുക്കുകയും അവർ തോക്കെടുത്ത് വേറെ മതക്കാരെ വെടിവെക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെടുകയും ചെയ്യുന്നുണ്ട്. സേഫ് ഹൗസിലെത്തിയ തലപതിയും കൂട്ടരും ഖലീലിന്റെ അസിസ്റ്റൻസിനെ കാണുന്നു. RC വാറിനെ പ്രതിരോധിക്കാൻ കഴിവുള്ള ഒരു ട്രക്കും അതുപോലെ കുറച്ച് ഗൺസും അവിടെയുണ്ട്. ഇത്രയും ആയുധങ്ങൾ വെച്ച് ഈ അറ്റാക്ക് നിർത്താൻ സാധിക്കില്ല. അതുകൊണ്ട് തലപതി ആ ട്രക്കുമായി പോയി ഹിംലറിന്റെ ശ്രദ്ധ തിരിക്കാനും അതേസമയം ഖലീലിന്റെ അസിസ്റ്റൻസ് കൺട്രോൾ റൂമിൽ പോയി ആ റോബോട്ട്സിന്റെ പ്രോഗ്രാം മാറ്റാനും പ്ലാൻ ചെയ്യുന്നു. ആ റോബോട്ട്സിന്റെ പ്രോഗ്രാം മാറ്റിയാൽ അവ അങ്ങോട്ടും ഇങ്ങോട്ടും അറ്റാക്ക് ചെയ്ത് നശിച്ചുകൊള്ളും. ഹിംലർ അയാൾക്കൊരു ഹെലികോപ്റ്റർ വേണമെന്നും അതിലൊരു ഹയർ ഓഫീസർ അയാളുടെ കൂടെ പോകണമെന്നും ഡിമാൻഡ് ചെയ്യുന്നു. അയാൾ ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് 30 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് ബാക്കിയുള്ളവരെ റിലീസ് ചെയ്യുക എന്നും അയാൾ പറയുന്നുണ്ട്. അതേസമയത്ത് വിജിയും തലപതിയും കൂടെ ആ ആർമർ ട്രക്കിൽ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിനെ നോക്കി പോവുകയാണ്. അത് മനസ്സിലാക്കിയ ഹിംലർ ആർമർ ട്രക്കിന് നേരെ ഡ്രോൺ അറ്റാക്ക് നടത്തുന്നു. ആർമർ ട്രക്കിന് 10 മിനിറ്റ് മാത്രമേ അറ്റാക്ക് പ്രതിരോധിക്കാൻ സാധിക്കുകയുള്ളൂ. അതിനു മുൻപ് ആ ഡ്രോൺസിനെ തുരങ്കത്തിൽ കയറ്റി തലപതി ബ്ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. ഡ്രോൺസിനെ എല്ലാം തലപതി നശിപ്പിച്ചതുകൊണ്ട് ഹിംലർ അയാളുടെ റോബോട്ട്സിനെ ആർമർ ട്രക്കിന് നേരെ അറ്റാക്ക് ചെയ്യാൻ വിടുന്നു. അപ്പോഴേക്കും ഖലീലിന്റെ അസിസ്റ്റന്റ് കൺട്രോൾ റൂമിലെത്തിയിരുന്നു. അവർ പ്രോഗ്രാം മാറ്റാൻ ശ്രമിക്കുകയായിരുന്നു. അവരെ ഹിംലറിന്റെ ആളുകൾ കൊല്ലുന്നുണ്ടെങ്കിലും അതിനു മുൻപ് പ്രോഗ്രാമിൽ അവർ മാറ്റം വരുത്തിയിരുന്നു. അതോടുകൂടി റോബോട്ടുകൾ പരസ്പരം തല്ലി മരിക്കുകയാണ്. ആ റോബോട്ട്സിന് ഹിംലറിനെയും ഒരു എനിമിയായിട്ട് തന്നെയാണ് തോന്നുന്നത്. അപ്പോഴേക്ക് തലപതിയും വിജിയും ഹെഡ്ക്വാർട്ടേഴ്സിൽ എത്തിയിരുന്നു. ഹിംലറിന്റെ കൂട്ടാളികളെ കൊന്ന ശേഷം അവർ അവിടെയുള്ളവരെ രക്ഷിക്കുകയാണ്. അപ്പോഴാണ് തലപതിക്ക് ഒരു കാര്യം മനസ്സിലാകുന്നത്. ചീഫ് സെക്രട്ടറിയായ ഷീല റാണിയും ഈ കാര്യങ്ങൾ ചെയ്യുന്നതിന് ഹിംലറിന്റെ കൂടെയാണ്. അവളാണ് വിജി CM-ന് കൊടുത്ത ഫയൽ ഹിംലറിന്റെ അടുത്ത് എത്തിച്ചത്. അതേസമയം ഹിന്ദുക്കൾ മുസ്ലിം പള്ളി പൊളിക്കാനും മുസ്ലിങ്ങൾ അമ്പലം പൊളിക്കാനും പോവുകയാണ്. അപ്പോൾ അവിടേക്ക് മുസ്ലിം പള്ളി പൊളിക്കുന്നത് തടയാൻ ഹിന്ദു പോലീസുകാരും അമ്പലം പൊളിക്കുന്നത് തടയാൻ വേണ്ടി മുസ്ലിം പോലീസുകാരും എത്തുന്നു. ആ കലാപം ഉണ്ടാക്കാൻ വന്നവരെല്ലാം അവർ പിരിച്ചുവിടുകയാണ്. ഇതെല്ലാം TV-യിൽ കണ്ട ഹിംലർ ഇതെങ്ങനെ നടന്നു എന്ന് അത്ഭുതപ്പെടുന്നു. മൂവിയുടെ തുടക്കത്തിൽ തലപതി ജീവൻ രക്ഷിച്ച ലോകനാഥ് വഴി ഹിംലറിനെ കുറിച്ചുള്ള എല്ലാ എവിഡൻസുകളും ഒരു വീഡിയോയും എല്ലാ പോലീസ് സ്റ്റേഷനിലും എത്തിച്ചിരുന്നു. ആ വീഡിയോയിൽ ഇത് പാകിസ്ഥാൻ തീവ്രവാദികളല്ല ചെയ്യുന്നതെന്നും നാട് പിടിച്ചെടുക്കാൻ വേണ്ടി ഹിംലർ ചെയ്യുന്ന കാര്യമാണെന്ന് തലപതി പറയുന്നുണ്ട്. അവൻ എന്നിട്ട് ഇതിനെതിരെ പ്രവർത്തിക്കാനും അല്ലെങ്കിൽ ഇന്ത്യയും പാകിസ്ഥാൻ പോലെ ആകുമെന്ന് അവർക്ക് വാണിംഗ് കൊടുക്കുന്നു. ഇത് കേട്ട പോലീസുകാരാണ് ഈ ലഹള ഇല്ലാതാക്കിയത്. ഇതൊക്കെ കേട്ട് ദേഷ്യം വന്ന ഹിംലർ തലപതി അടിക്കാൻ തുടങ്ങി. അതുകൊണ്ട് ചെറുപ്പം മുതൽ വിജിക്കുണ്ടായിരുന്ന പേടി വരാൻ തുടങ്ങുന്നു. ആദ്യം അവൾക്ക് പേടി തോന്നുന്നുണ്ടെങ്കിലും അവസാനം ആ പേടി മാറി ധൈര്യമാകുന്നു. അവൾ അപ്പോൾ ഹിംലറിനെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. എന്നിട്ട് വിജിയും തലപതിയും കൂടെ ഹിംലറിനെ അയാളുടെ ആളുകളെ അറ്റാക്ക് ചെയ്യുന്നു. ഇതിനിടയിൽ നിന്ന് അവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഹിംലർ ടെറസിലെത്തുകയാണ്. അവിടെ ഹെലികോപ്റ്ററുമായി ഷീല റാണി അവനെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ഹിംലറിന് പിറകിൽ വന്ന തലപതി ഒരു മിസൈൽ ഉപയോഗിച്ച് ആ ഹെലികോപ്റ്റർ പൊട്ടിത്തെറിപ്പിക്കുകയും അതിലുണ്ടായിരുന്ന ഷീല റാണി മരിക്കുകയും ചെയ്തു. അതിനുശേഷം ഹിംലറിനെയും തലപതി വെടിവെച്ച് കൊല്ലുന്നുണ്ട്. ഇതോടുകൂടി ആ
പോലീസുകാരൻ നാരായണൻ പറഞ്ഞ കഥ തീർന്നു. ഈ കഥ കേട്ട് ധൈര്യം വന്ന നാട്ടുകാർ ധൈര്യമായി വോട്ട് ചെയ്യാൻ എത്തുന്നു. അവർ സ്വയരക്ഷയ്ക്കായി കത്തിയുമായിട്ടാണ് വോട്ട് ചെയ്യാൻ അവിടെ എത്തിയത്. അവസാനം എന്നിട്ട് അവർ പോയി വോട്ട് ചെയ്യുന്നു. തലപതി വോട്ട് ചെയ്ത് പുറത്തു വരുമ്പോൾ ന്യൂസ് റിപ്പോർട്ടേഴ്സ് എല്ലാം ഇപ്രാവശ്യമെങ്കിലും മാറ്റം വരുമോ എന്ന് അയാളോട് ചോദിക്കുന്നു. മാറ്റം കൊണ്ടുവരേണ്ടത് നമ്മളാണെന്ന് പറഞ്ഞ് തലപതി തന്റെ കയ്യിൽ വോട്ട് ചെയ്ത അടയാളം കാണിക്കുന്നതോടെ ഈ സിനിമ അവസാനിക്കുന്നു. നിങ്ങൾക്ക് ഈ മൂവിയുടെ എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് കമന്റ്. ഇനി ഒരു പുതിയ വീഡിയോയുമായിട്ട് വരുന്നവരെ ടേക്ക് കെയർ ആൻഡ് ബൈ.